രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഇന്ന് വിരമിക്കുകയാണ്. പഴയ കാലത്തൊക്കെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വിരമിക്കുമ്പോൾ ആരും തന്നെ അങ്ങനെ അറിയില്ലായിരുന്നു. അത് വേണ്ടപ്പെട്ടവരെല്ലാം ചേർന്ന്, അതായത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ ചേർന്ന് അതിനൊരു സമിതിയുണ്ട്, പാനലുണ്ട്, അവർ അത് നിയമിക്കുകയും ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പദവി ഒരു വിൽപ്പന ചരക്ക് പോലെ കാണുന്ന അതീവ ഗുരുതരമായ ഒരു അവസ്ഥ രാജ്യത്ത് കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മറ്റെല്ലാ പദവികൾ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സ്വന്തം ആളാക്കി മാറ്റിയാൽ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാൻ കഴിയും എന്നുള്ള ചിലരുടെ കണക്കുകൂട്ടലാകാം കമ്മീഷനെ നിയമിക്കുന്നതുവരെ വിവാദത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഈ സമിതിയിൽ, ഈ പാനലിൽ വേണ്ട എന്ന് BJP കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കള്ളത്തരം കാണിക്കാനുള്ള വ്യഗ്രത കൊണ്ട് മാത്രമാണ് എന്നതിൽ സംശയമില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിഷ്പക്ഷവാദി ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്ന് പറയുന്ന ഒരു രാജ്യത്തെ അങ്ങനെ ഒരാളെ ഒഴിവാക്കിയത് തന്നെ അട്ടിമറി നടത്താൻ വേണ്ടിയുള്ള ഒരു തിടുക്കം കൊണ്ട് തന്നെയാണ് എന്ന് വളരെ വ്യക്തം. അതാണ് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ ഏറ്റെടുത്തത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കാനുള്ള യോഗത്തിൽ വിയോജനക്കുറിപ്പുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി പോയി ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം BJP സർക്കാർ എടുക്കണമെങ്കിൽ അതിൽ അട്ടിമറിയാണ് ലക്ഷ്യമെന്നും അത് സമ്മതിക്കില്ലെന്നും പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി നിയമ പോരാട്ടത്തിലാണിപ്പോൾ. സുപ്രീം കോടതി ഇതിന്റെ വിധി പറയാൻ നിൽക്കുകയാണ്. തൊട്ടടുത്ത ദിവസം സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് നൽകാൻ പോവുകയാണ്. ആ സുപ്രീം കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷമേ ഇനി പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടാൻ പാടുള്ളൂ എന്നും തീരുമാനമെടുക്കാനാവൂ എന്നും ഉള്ള താക്കീത് തന്നെയാണ് രാഹുൽ ഗാന്ധി കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത്. വെറുതെ മാധ്യമങ്ങളോട് പറഞ്ഞതല്ല രാഹുൽ ഗാന്ധി. ഇന്ന് വിരമിക്കാനിരിക്കുന്ന രാജീവ് കുമാറിന്റെ പിൻഗാമിയെ കണ്ടെത്തുന്നതിനായി പ്രധാനമന്ത്രിയും കേന്ദ്ര നിയമമന്ത്രിയും വിളിച്ചു ചേർത്ത യോഗത്തിൽ നേരിട്ട് പോയി പങ്കെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും വിയോജിപ്പ് അവിടെ അറിയിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിനെതിരെയുള്ള പൊതു താൽപര്യ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. രാജീവ് കുമാറിന് ശേഷം ഏറ്റവും മുതിർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ് നിലവിലുള്ളത്. അദ്ദേഹത്തിന്റെ പേരിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നത്. രാജീവ് കുമാറിന്റെ വിരമിക്കൽ മൂലമുണ്ടാകുന്ന ഒഴിവിലേക്ക് നിയമനം നടത്തുന്നത് കൂടാതെ പുതിയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂടി നിയമിക്കേണ്ടതുണ്ട്. ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിനും അടുത്ത വർഷം നടക്കാൻ പോകുന്ന ബംഗാൾ, തമിഴ്നാട്, കേരളം, അസം എന്നീ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിനും നേതൃത്വം നൽകേണ്ടത് ഇനി പുതുതായി ചുമതലയേൽക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ്. അതിനെല്ലാം BJP പറഞ്ഞെടുത്തു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് അവർ മനസ്സിൽ കാണുന്നതും അവരുടെ ആവശ്യവും അത് തന്നെയാണ്. അതിനാണ് ചീഫ് ജസ്റ്റിസിനെ ആ പാനലിൽ നിന്നും ഒഴിവാക്കി ഇവരുടെ കാര്യങ്ങൾ നടക്കാനുള്ള പരിപാടി തയ്യാറാക്കിയത്. ഏതായാലും ആരായിരിക്കും ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതല്ല, ആ പാനലിലേക്ക് ഒഴിവാക്കപ്പെട്ട ചീഫ് ജസ്റ്റിസ് വീണ്ടും വരണമെന്ന് കോടതി പറഞ്ഞാൽ അത് തന്നെ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന്റെ ഒരു വിജയമായിരിക്കും.